പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു ഇറാൻ. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിച്ചു കളയുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ആരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് അവകാശപ്പെട്ട് ഇതിനിടയിൽ ഇസ്രയേൽ രംഗത്തു വന്നു. മിസൈൽ വർഷത്തിലാണ് പ്രതിരോധ സംവിധാനം തകർന്നത്. അതേസമയം സമാധാന ചർച്ചകൾ ഉടൻ നടപ്പാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, 4ാം ദിവസമാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ആദ്യം യുദ്ധത്തിൽ നേരിട്ടിടപെടുന്ന രാജ്യങ്ങളെ മാത്രം ബാധിക്കുമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളെയും ഇതിൻ്റെ കെടുതികൾ ഒരേ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സമാധാന ശ്രമങ്ങൾ, ചൈനയുടെ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇത് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ പുതിയ പ്രതിരോധ മന്ത്രി മാജിദ് ഇബ്നു അൽ റാസ കൊല്ലപ്പെട്ടു എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ചുമതലയേറ്റത്. നേരത്തെ ഇറാനിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ഇറാന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഖമേനി ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത ആളാണ് റാസയും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നടപടി അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരം തന്നെയാണ്. ഇതിനിടെയാണ് അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി പാരീസിൽ യോഗം ചേരുന്നു എന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നതാൻസ് ആണവ കേന്ദ്രം, അത് ഇറാനിൻ്റെ പരീക്ഷണ കേന്ദ്രമാണ്. അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നിരുന്നു. അതിന് ഇറാൻ നൽകിയിരുന്ന വിശദീകരണം അവരുടെ ആണവ ഊർജ്ജം അങ്ങനെ എടുക്കുന്നത് അവിടുത്തെ വ്യവസായ ആവശ്യങ്ങൾക്കും അവരുടെ ഈ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്, വാണിജ്യാടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു വിശദീകരണമൊക്കെയാണ് വന്നത്. പക്ഷേ അത് US-ഓ ഇസ്രായേലോ മുഖവിലേക്കെടുത്തില്ല. മാത്രമല്ല, ഇറാൻ ആണവശക്തിയായി മാറുന്നുവെന്ന കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന വാദം കൂടി അവർ ഉയർത്തിയിരുന്നു. തുടർന്നാണ് ഈ ചർച്ചയിലേക്ക് പോയത്. പക്ഷേ ഈ മധ്യസ്ഥനെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചയിൽ പോലും തീരുമാനമാകാത്തതോടെ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ആ ആണവ കേന്ദ്രം ആക്രമിച്ചു എന്നതിൻ്റെ തെളിവുകൾ, അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനുകൂടി ഒരു സ്ഥിരീകരണമാകുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് സൈത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി ലോകത്തിൻ്റെ ആകെ എണ്ണ വ്യാപാരത്തിൻ്റെ 5% നടക്കുന്നത് ഈ പാത വഴിയാണ്. ആ പാതയിലൂടെയുള്ള കപ്പലുകൾ കടന്നു വരാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ചൈന യുദ്ധത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധം സമാധാനപരമായി അത് അവസാനിപ്പിക്കണം എന്ന ഒരു അഭിപ്രായം ചൈനയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഇന്ത്യയും ഇതേ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനപരമായി കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇന്ത്യക്കാരുടെ ജീവന് വലിയ വില രാജ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇസ്രായേലിനോടും ഇറാനോടും അമേരിക്കയോടും ഒക്കെ തന്നെ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നിലയുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതേ കാര്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലയിലേക്കാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതിന് US-ൻ്റെ വലിയ പിന്തുണയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ അക്കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല എന്നാണ്. അതിനർത്ഥം വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ നിലംപരിശാക്കും എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരം കൂടി നെതന്യാഹുവിൻ്റെ വാക്കുകൾ നിഴലിക്കുന്നുണ്ട്, അങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം ശക്തമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് നെതന്യാഹു പറയുന്നത്. ഇതിനിടയിൽ ലെബനനിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായതോടുകൂടിയാണ് ലെബനനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. അതിനിടയിൽ ലെബനനിൽ നിന്ന് ഒരു ചരക്ക് വിമാനം പുറപ്പെട്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. വലിയ ആക്രമണം നടക്കുന്ന സമയത്താണ് ഇങ്ങനെ അസ്വാഭാവികമായി ലെബനനിൽ നിന്ന് ഒരു കൂറ്റൻ വിമാനം യാത്ര ചെയ്തു പോയത്. കരയുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എവിടേക്കാണ് ഈ വിമാനം പോയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതേസമയം മറ്റ് അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറുന്നുമില്ല. അത് ഖത്തറാകട്ടെ, കുവൈറ്റാകട്ടെ, ഒമാനാകട്ടെ, സൗദി ആകട്ടെ, ദുബായ് ആകട്ടെ, അങ്ങനെ UAE-യിലെ ദുബായും അബുദാബി ഉൾപ്പെടെയുള്ള UAE രാജ്യങ്ങളെ അടക്കം ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്.
ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സംയമനം പാലിക്കണം എന്നൊരാവശ്യം കഴിഞ്ഞ ദിവസം തന്നെ GCC രാജ്യങ്ങൾ യോഗം ചേരുകയും ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇറാൻ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് ഇസ്രായേൽ അവരുടെ ഇറാൻ്റെ റഡാർ സംവിധാനം തകർത്തു എന്നൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ആദ്യമായി ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ ശാന്തമാക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സൈത്ത് വിനോദ്, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി. ഇസ്രയേൽ ഇതിനിടയിൽ ലബനന് നേരെ നടക്കുന്ന അറ്റാക്ക് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തുന്ന സൈനിക നീക്കം സുപ്രധാനമാണല്ലോ. കാരണം ലബനൻ ഹിസ്ബുള്ള കൂടി ഇതിൽ കക്ഷി ചേരുമ്പോൾ, ഇറാന്റെ പക്ഷം ചേരുമ്പോൾ അവർക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൈനീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രയേലിൻ്റെ ഒരു നീക്കം ലബനൻ സേന കമാൻഡറെ കൊല്ലാനുള്ള ഒരു നീക്കം നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചില ദൃശ്യങ്ങൾ അടക്കമായിട്ട് പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഇതിൽ ആദ്യം കക്ഷിയല്ലാതിരുന്ന ഹിസ്ബുള്ളയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇസ്രയേൽ നടത്താൻ പോകുന്ന നീക്കങ്ങൾ എന്താണ്? ആ മേഖലയിലെ സാഹചര്യം. സൈദ് നയീം ഖാസിമാണ് ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവ്. നയീം ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു എന്നൊരു ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അതൊരു ആരോപണമല്ല. ലബനിൽ നിന്ന് തുടർച്ചയായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. ചിലത് അയൺ ഡോമുകൾ വെച്ച് ചെറുക്കുന്നുണ്ടെങ്കിലും മറ്റു ചിലതൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും വീഴുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ ഇസ്രായേൽ അത് നിഷേധിച്ചു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിലേക്ക് ലബനനിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നുണ്ട്. നേരത്തെ ഹിസ്ബുള്ളയുടെ പാർലമെൻ്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായ നയീം ഖാസിമിനെ വധിക്കുമെന്നിപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ പോർമുഖം ഇറാന് പുറമെ ലബനനിലേക്ക് കൂടി തുറന്നിരിക്കുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾക്ക് നേരെയുള്ള യുദ്ധമായി ഇത് മാറുന്നുണ്ട്. റഷ്യ കഴിഞ്ഞ ദിവസം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ അവരുടെ ഒരു വിശദീകരണം, അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇറാനിൽ നടക്കുന്നത് ഈ ആണവ ആയുധം ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങളല്ല, മറിച്ച് നേരത്തെ ഇറാൻ്റെ വാദത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ആണവോർജ്ജം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പര്യവേഷണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ നഥാൻ ആണവ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ആക്രമണം നടന്നു എന്ന കാര്യം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നു. അടിയന്തരമായി അവർ പാരീസിൽ യോഗം ചേരാൻ പോവുകയാണ്. അങ്ങനെ നിയന്ത്രണാതീതമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയായി അവസാനിക്കുന്നില്ല, മറിച്ച് വലിയ തോതിൽ ഊർജ്ജാവശ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം $73 ക്രൂഡ് വില ഇപ്പോൾ $79 മാറിയിരിക്കുന്നു ബാരലിന്. ഇത് $200 വരെ ഉയരാനുള്ള സാധ്യത വിവിധ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ വീണ്ടും ആലോചിക്കുന്നുണ്ട്. നേരത്തെ അമേരിക്കയുടെ തീരുവ ഭീഷണി ഉണ്ടായിരുന്നു. 50% വരെ തീരുവ ഉയർത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നീട് ഇന്ത്യൻ കയറ്റുമതി അത് ബാധിച്ചതോടുകൂടി ചില വിട്ടുവീഴ്ചകൾക്ക് ഇന്ത്യ തയ്യാറാവുകയും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ എത്താത്ത സാഹചര്യത്തിൽ ഇന്ധനം വാങ്ങുന്നതിന് റഷ്യയെ വീണ്ടും ഇന്ത്യ സമീപിച്ചേക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക അതിനുള്ള തടസ്സം സൃഷ്ടിക്കുമോ എന്നത് വ്യക്തമല്ല. മാത്രമല്ല അമേരിക്കയുടെ സുപ്രീം കോർട്ടിൽ നിന്ന് നേരത്തെ ഈ തീരുവ യുദ്ധത്തിനെതിരെ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഊർജ്ജം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ കൈവശം 75 ദിവസത്തേക്കുള്ള എണ്ണ ശേഷിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതൊരു അനൗദ്യോഗിക വിവരമാണ്. ഏതായിരുന്നാലും യുദ്ധം അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് പോവുകയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇറാനിൽ മാത്രം 1800-നടുത്ത് മരണങ്ങൾ എന്ന നിലയ്ക്ക് പോകുന്നു. മറ്റ് രാജ്യങ്ങളിലെ മരണങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അനൗദ്യോഗിക കണക്ക് ഒരു 2000-ന് മുകളിൽ മരണങ്ങൾ സംഭവിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ 169 കുഞ്ഞുങ്ങൾ ഇറാനിൽ സ്കൂളിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കുകയും ചെയ്തു. സൈത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.